ആടാ പൈസയുടെ കാര്യം എന്തായി? ഹലോ ഹലോ The subscriber is currently switched off. എനിക്ക് വേണ്ട. എന്ത് പറ്റി? പ്രശ്നമുണ്ടോ? ഒരുത്തർ പൈസ കൊടുത്തിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. വിളിച്ചു നോക്കിയോ? വിളിച്ചപ്പോൾ കട്ട് ചെയ്തു, പിന്നെ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ്. ഇപ്പം എന്താ ചെയ്യാ? 10,000 രൂപയാണ് കൊടുത്തേക്കുന്നത്. കാശ് തിരികെ കിട്ടുക അതിന്റെ തെളിവൊക്കെ ഇല്ലേ കയ്യിൽ അയച്ചതിന്റെ? ഗൂഗിൾ പേയിൽ അയച്ചു. അപ്പോൾ തിരിച്ചിട്ടാൻ വഴിയൊക്കെ ഉണ്ട്. എങ്ങനെ അറിയില്ലല്ലേ? പറഞ്ഞുതരാം. കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാത്തവർ വളരെ കുറവായിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ സഹപ്രവർത്തകരാകാം, സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ അധികം പരിചയമില്ലാത്ത ആളുകളൊക്കെ ആകാം. ഇത്തരത്തിൽ പണം നമ്മൾ കടമായി കൊടുത്ത ശേഷം ആ തുക നിങ്ങൾക്ക് തിരികെ കിട്ടാതിരുന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു വലിയൊരു തുക തിരികെ കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കാറില്ലേ? ഒരുപാട് വഴികളുണ്ട്, നമുക്ക് നോക്കാം. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും പണം നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായ വഴികൾ തേടുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഇതിനായി നമുക്കൊരു നിയമവിദഗ്ധന്റെ സഹായം തേടാം. ശേഷം പരാതിയുള്ള ആളുടെ അഡ്രസ്സിലേക്ക് ഒരു ലീഗൽ നോട്ടീസ് അയക്കാവുന്നതാണ്. നോട്ടീസ് അയച്ചിട്ടും പണം തിരികെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തുടർന്നുണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് അവരെ വ്യക്തമായി അറിയിക്കാം. ചിലർ ഈ നിയമ നടപടികളൊക്കെ പേടിച്ച് അപ്പോൾ തന്നെ പണം തിരികെ നൽകാനും സാധ്യതയുണ്ട്. എന്നാൽ ലീഗൽ നോട്ടീസ് അയച്ചിട്ടും പണം തിരികെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾക്കൊരു പരാതി ഫയൽ ചെയ്യാവുന്നതാണ്. പരാതിയിന്മേൽ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി പരാതി നൽകിയിട്ടുള്ളത് ആരുടെ പേരിലാണോ അയാളെ വിളിച്ചു വരുത്തും. നിങ്ങൾ നൽകിയിട്ടുള്ള പരാതി വസ്തുനിഷ്ഠമാണെങ്കിൽ അതിന്മേൽ പോലീസ് ഒരു കോംപ്രമൈസ് ചർച്ച നടത്തും. അതിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പോലീസിന് മറ്റു നിയമ നടപടികളിലേക്ക് പോകാം. ഒരു തരത്തിലും എതിർകക്ഷി പണം തിരികെ നൽകിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മണി റിക്കവറി സ്യൂട്ട് ഫയൽ ചെയ്യാം. എന്താണ് മണി റിക്കവറി സ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിയമപരമായി പണം തിരികെ ലഭിക്കാനുള്ള ഒരു മാർഗമാണിത്. ഇതിന് നമുക്കൊരു നിയമവിദഗ്ധന്റെ സഹായം വേണ്ടിവരും. പണം വീണ്ടെടുക്കുന്നതിനായി കോടതിയിൽ പരാതി ഫയൽ ചെയ്യുക എന്നതാണ് ആദ്യപടി. പരാതി സത്യസന്ധമാണെന്ന് കാണിക്കാൻ ആവശ്യമായ തെളിവുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പണം നമ്മൾ ഓൺലൈനായാണ് അയച്ചു കൊടുത്തത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ UPI സ്റ്റേറ്റ്മെന്റിന്റെ സ്ക്രീൻഷോട്ട്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന സ്ക്രീൻഷോട്ട്, നമ്മൾ പണം ആവശ്യപ്പെട്ടുകൊണ്ട് അയാൾക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് എന്നിവ തെളിവുകളായി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇതിലെല്ലാം പ്രധാനം ആവശ്യമായ തെളിവുകൾ ഉണ്ടായിരിക്കണം എന്നതാണ്. അപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ പോലും പണം കടമായി നൽകുമ്പോൾ തെളിവുകളോടെ നൽകാൻ ശ്രദ്ധിക്കുമല്ലോ.